ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ ടോപ്പിക്ക്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിലെ ജെൻഡർ വാർ. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു 3 ഡിസ്ക്ലൈമേഴ്സ് എന്തായാലും പറയാം. ഡിസ്ക്ലൈമർ നമ്പർ 1, ഞങ്ങൾ പറയുന്നതിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാവും, പൊതുവായ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ചാനൽ ചർച്ചയൊക്കെ കേട്ടിട്ട് എല്ലാ അതേപോലെ വിഴുങ്ങണ പോലെ വിഴുങ്ങാതെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നൊക്കെ വെരിഫൈ ചെയ്തിട്ട് മാത്രം അതിന് വിശ്വസിക്കുക. ചിലപ്പോൾ പറഞ്ഞത് തെറ്റുകളുണ്ടാവും, അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങാതിരിക്കുക. അപ്പോൾ ഡിസ്ക്ലൈമർ നമ്പർ 2, അപ്പോൾ ഇതൊരു ഡിബേറ്റ് ആണ്. സോ അതിനകത്ത് ഇപ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ പറയുന്നത്. അവൻ്റെ ആശയങ്ങൾ അവനും പറയും, എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങളും പറയും. അപ്പോൾ ഈ ഒരു ഡിബേറ്റ് കൊണ്ട് ഒരു വ്യക്തിയെയോ ഒരു സംഘടനയെയോ അല്ലെങ്കിൽ ആരെയോ നമ്മൾ ഡിഫെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അപ്പോൾ ഡിസ്ക്ലൈമർ നമ്പർ 3 സ്ക്രീനിൽ വരും. എനിക്ക് ആക്ച്വലി ഡിസ്ക്ലെയിമർ നമ്പർ 4 കൂടെ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യണ ഒരു ടൂള് ലാസ്റ്റ് ഇത് പൊങ്ങി വരാനുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ ഈ വീഡിയോയിൽ ടച്ച് ചെയ്യുന്നതായിരിക്കില്ല, അതിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നതായിരിക്കില്ല, ആ ഇൻസിഡൻറ്റ് ഏതാണ്ട് പറയില്ല, അതിനെപ്പറ്റിയുള്ള നമ്മുടെ അഭിപ്രായം ഞങ്ങൾ ഈ വീഡിയോയിൽ പറയില്ല. ഓക്കെ, അതെന്തായാലും അപ്പോൾ അങ്ങനെ തന്നെ ഓട്ടെ. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടൊരു സാധനമുണ്ട്, ആണുങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന വേണം അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വേണം, അങ്ങനെ കുറേ ടോക്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ നിൻ്റെ അഭിപ്രായം ഇതിനെപ്പറ്റി? ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം നമ്മൾ പല ഭാഗത്തുനിന്ന് കേട്ടു വന്നൊരു സംഭവമായിരുന്നു. മെൻസിന് വേണ്ടി ഒരു അസോസിയേഷൻ വേണം, മെൻസ് അസോസിയേഷൻ തുടങ്ങണം. അപ്പോൾ എന്താ ചിരിക്കണത്? അല്ല, നീ മെൻസ് കമ്മീഷനാണ് ഉദ്ദേശിച്ചത്? ഓക്കെ, സോറി. അപ്പോൾ മെൻസ് അസോസിയേഷൻ അല്ല, മെൻസ് കമ്മീഷനാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ സവാദിനെ മാലയിട്ട് സ്വീകരിച്ച ആ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അവരെ പറ്റിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ അല്ല ഉദ്ദേശിച്ചത്. മെൻസ് കമ്മീഷൻ, ബുദ്ധിയും വിവരമുള്ള നല്ല ആൾക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കമ്മീഷൻ വേണമെന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബുദ്ധിയും വിവരത്തിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരാളെ പറ്റി ഓർമ്മ വന്നത്. നമുക്ക് കുറച്ച് നേരം കണ്ട് സംസാരിക്കാം. വ്യക്തിപരമായിട്ടുള്ള സംഭവങ്ങളില്ലെന്നും പറഞ്ഞായിരുന്നു, പേര് പറയരുത്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ മുതൽ മെൻസ് കമ്മീഷന് വേണ്ടി കുറേ ആൾക്കാർ സംസാരിച്ചായിരുന്നു. എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ സംസാരിച്ചായിരുന്നു, ന്യൂട്രലായിട്ടുള്ള ആൾക്കാർ സംസാരിച്ചായിരുന്നു. അതിനെതിർത്തുകൊണ്ട് വേറെ കുറേ എക്സ്ട്രീമിസ്റ്റുകൾ വന്നായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്, കുറേ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. മറ്റേ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പഴയൊരു ഷോ ഉണ്ടല്ലോ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന, അതിന്റെ റിപ്പ് ഓഫ് ആണ് തോന്നുന്നത്. വേറെന്തോ ഒരു സാധനം, പേരൊന്നും പറയാം. സത്യം പറഞ്ഞാൽ മറ്റേ പരിപാടിയാ, മുട്ടനാടുകൾ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കും. 2 ഗ്രൂപ്പ് ഓഫ് എക്സ്ട്രീമിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കും. എന്നിട്ട് TRP. യെസ്, അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. അതിലെന്തെങ്കിലും ഇവർ പറയണതിൽ കാര്യമുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നീ ഇതിന്റെ ഏതെങ്കിലും സൈഡിൽ നിൽക്കണ്ട. എനിക്ക് പേഴ്സണലി മെൻസ് കമ്മീഷൻ വേണമെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അപ്പം എന്നോട് നീ ചോദിക്കുകയാണ് മെൻസ് കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആവശ്യമുണ്ടെന്ന് തന്നെയായിരിക്കും പറയുന്നത്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി കുറേ നടന്നൊരു സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റണം എന്നായിരിക്കും അവകാശവാദമില്ല. എന്താ പറയുക, ഒരു പാട്രിയാർക്കി സൊസൈറ്റിയാണ്. അപ്പോൾ സ്ത്രീകൾ കുറേ ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ നിയമങ്ങളിൽ കുറേ ആണുങ്ങളെ എന്താ പറയുക, അത് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക്. ഈ പറഞ്ഞ ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ഫേക്ക് അലിഗേഷൻ ഒരു വ്യക്തി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി വിചാരിക്കാന്നുണ്ടെങ്കിൽ നാളെ എൻ്റെയോ നിൻ്റെ ലൈഫ് എന്താ പറയുക വേറെ രീതിയിലോട്ട് വഴിതിരിച്ചു വിടാൻ പറ്റും. അത് സത്യമാണ്, എന്തൊക്കെ പറഞ്ഞാലും അത് സത്യമാണ്, പറ്റും. അപ്പോൾ ആ ഒരു ടൂളായിട്ട് ഇപ്പോൾ വ്യക്തിവൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഉദ്ദേശം കൊണ്ടോ ഒരാളോടൊരു പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തെ ഒരു വെപ്പണായിട്ട് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ ഒരു നിയമത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കമ്മീഷനോ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫേക്ക് അലിഗേഷൻ വരുമ്പോൾ എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ അതിന് ഇരയായിട്ടുള്ള ആ ഒരു ആളുടെ ഐഡൻറ്റിറ്റി ഫുള്ളി പ്രൈവസിയിലായിരിക്കും. അത് നമ്മൾ ആരാണ്, അപ്പോൾ ഈവൻ ആ ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ തന്നെ നമുക്കെതിരെ കേസ് വരും, ഫൈൻ വരും. അങ്ങനെ ഒരു സംഭവം നിലവിലിപ്പോൾ ഉണ്ട്. പക്ഷേ
ഈ ഒരു സംഭവത്തിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരാളുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളും ആ ദിവസം ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന ആ ദിവസം തന്നെ മീഡിയ എടുത്ത് അറുമധികാറുണ്ട് എല്ലാവരും എടുക്കാറുണ്ട്. എല്ലാവരെയും. നമ്മൾ ആക്ച്വലി പൊങ്ങി വന്നേക്കണ കേസ് മാത്രം അറിയുള്ളൂ നമുക്ക്, ഇല്ലേ? വരാത്ത കുറേ കേസുണ്ട്. ആക്ച്വലി നമ്മൾ എല്ലാ കേസും മീഡിയ എടുത്ത് പൊങ്കാലയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് സത്യമല്ല. മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് പൊങ്കാലയാക്കും. അതായത് മീഡിയക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. അത് വേറൊരു പരിപാടിയാണ്. അതായത് മീഡിയക്ക് ഇപ്പം തോന്നണാണ് ഈ ആളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് എടുത്ത് നമ്മൾ വലിയ ഒരു സംഭവമൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾ കാണുന്നു തോന്നി കഴിഞ്ഞാൽ അവരാക്കും, ഇല്ലെങ്കിൽ അവരാക്കാനൊന്നും പാടില്ല. അതായത് അങ്ങനെ അവരാക്കാത്ത ഒരുപാട് കേസുകൾ ഇപ്പോൾ കോടതിയിൽ വന്നു വേണ്ടാവും. അതായത് നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ കേസുകളും എടുത്തു പോയി കഴിഞ്ഞാൽ എല്ലാ കേസുകളും എല്ലാ ആണുങ്ങളെയും ഇതുപോലെ മീഡിയയുടെ മുമ്പിൽ വിളിച്ചിരുത്തി അവർ എന്നാലും കുറെ സാധാരണക്കാരെയും കേസുകൾ ഇവരെടുത്ത് ആഘോഷിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ട് 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 തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള പിന്നുള്ള കാര്യമാണ്. അത് കോടതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ടൊരു വിധി പറയും. പക്ഷെ അതുവരെ ഈ ഒരു എന്താ പറയുക ആരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ അയാളുടെ ഫാമിലിയെയും കൂട്ടുകാരെയും വീട്ടുകാരെയും അയാളുടെ ഫുള്ള് സർക്കിളിനെ തന്നെ എന്താ പറയുക ഫുള്ളി വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ പാകത്തിനുള്ളൊരു സംഭവം മീഡിയ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്കെതിരൊരു അലിഗേഷൻ വന്നു എന്ന് വിചാരിക്കുക. നമുക്കൊക്കെ ഒന്ന് ഞാൻ തിരിച്ചു പോയി നമ്മളെ കാര്യം അതെ അറിയാൻ അത് മറ്റൊരു സത്യം. എന്നാലും ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കെതിരെ നാളെ ഒരു അലിഗേഷൻ വന്നു. അപ്പോൾ നേരെ മീഡിയ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഓക്കെ ഇന്ന ആൾ ഇന്ന വീട്ടുപേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് കൂട്ടുകാരൊക്കെയുണ്ട്. ഇനി ഞാൻ നാളെ സംസാരിക്കാനുള്ള ആൾക്കാരെ വരെയും ഡീറ്റെയിൽസ് അവരെടുത്ത് റൂട്ട് മാപ്പ് വരെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം, അതായത് പിന്നീട് എൻ്റെ വീട്ടുകാരെ അവർ നോക്കിക്കാണുന്ന രീതി എങ്ങനെയായിരിക്കും, എൻ്റെ കൂട്ടുകാരെ നോക്കിക്കാണുന്ന രീതി എങ്ങനെയാവും, ഇനി എനിക്കൊരു കാമുകിയുണ്ട് അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും, ഇനി എനിക്ക് പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേർ സ്കൂളിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇയാൾ തെറ്റുകാരനാണെങ്കിൽ ഓക്കെ ഇതൊക്കെ ഇയാൾക്ക് വീട്ടുകാരുടെ കാര്യം നമ്മൾ എടുക്കണ്ട, എന്നാലും ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇൻ കേസ് ഇയാൾ ഇതിനകത്ത് കുറ്റവാളി അല്ലെങ്കിൽ പരാതി കൊടുത്തേക്കുന്നത് ഫേക്ക് ആണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ട്രോമ, ഇയാൾ അനുഭവിച്ച ആ ഒരു പ്രഷർ, ഇയാളുടെ വീട്ടുകാരനുഭവിച്ച പ്രഷർ, ഇയാളുടെ കൂട്ടുകാർ അനുഭവിച്ച ഈ ഒരു നാണക്കേട്, ഇതെല്ലാം മാറില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അതിനെതിരെ കേസിന് പോവാം. ഡെഫമേഷൻ കേസ് കൊടുത്താൽ പോലും ആ ഒരു സമയത്ത് ഇവരുടെ സർക്കിൾ അനുഭവിച്ചൊരു സംഭവം മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു സോക്കോൾഡ് ആൾക്കാർ കാരണം ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ഈ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ പ്രസക്തി ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനൊരു സംഭവത്തിൽ പ്രതിയാണെന്ന് അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന് തെളിയുന്നത് വരെ ഇയാളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അതൊരു മാനുഷിക പരിഗണനയല്ലേ. അയാൾ തെറ്റുകാരനല്ലല്ലോ. തെളിവ് സഹിതം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെന്ന് പറയാം, അല്ലെങ്കിൽ അയാൾ അതുവരെയും കുറ്റാരോപിതനാണ്. ഓക്കെ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫാക്റ്റുകൾ കിടക്കണത്. അറ്റ്ലീസ്റ്റ് എനിക്കറിയാവുന്ന ഫാക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, അതായത് ഇപ്പം ഇങ്ങനൊരു കേസ് വന്ന് നീ പറഞ്ഞ പോലെ നാളെ ഒരു കംപ്ലയിൻറ്റ് പോയി, ഈ കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ അല്ലെങ്കിൽ സിസ്റ്റം ഒരു സ്ഥലത്ത് പോലും നീ കുറ്റവാളിയാണെന്ന് പറയണില്ല. എനിക്ക് തോന്നുന്നു അവർ സ്റ്റിൽ എൻ്റെ അറിവിൽ ഇപ്പോഴും ഇന്നസെൻ്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്നുള്ളൊരു ഫോമിൽ തന്നെ പോണത്. അഡൾട്ട്സിൻ്റെ കേസാണ് അത്. പോക്സോയിൽ കുറച്ച് ഡിഫറൻറ്റാണ്. അഡൾട്ട്സിൻ്റെ കേസിലാണെങ്കിൽ ആരാണോ പരാതി പറയണത്, ഈ പരാതി പറയുന്ന ആൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് വേഴ്സസ് ആ പേഴ്സൺ എന്നുള്ളൊരു മാറ്ററിലോട്ട് പോകും. അതായത് ഇപ്പോൾ ആരാണ് അക്യൂസ്ഡ് വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ളൊരു രീതിയിലോട്ട് കേസ് പോയിട്ട് പിന്നെ സ്റ്റേറ്റ് പ്രൂവ് ചെയ്യണം ആക്ച്വലി. അതായത് അക്യൂസ്ഡ് അല്ല പോയിട്ട് പ്രൂവ് ചെയ്യേണ്ടത് ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന്. പോക്സോയിൽ തിരിച്ചാ, അക്യൂസ്ഡ് പോയിട്ട് പ്രൂവ് ചെയ്യണം അയാൾ ഇന്നസെൻ്റ് ആണെന്ന്. പക്ഷേ നോർമൽ അഡൾട്ട് കേസുകളിൽ തിരിച്ചാ, അതായത് ഈ സ്റ്റേറ്റ് പ്രൂവ് ചെയ്യണം ആക്ച്വലി അവർ പറയണതൊക്കെ ഫാക്ട്സ് ആണ്, ഇതിനൊക്കെ തെളിവുണ്ട്, ഇയാൾ കൾപ്രിറ്റാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നിലനിൽക്കുള്ളൂ. എന്നാലേ ആ കേസ് കറക്റ്റ് വിധി വരുള്ളൂ. അപ്പോൾ സിസ്റ്റം ഒരു സ്ഥലത്തും പറയണില്ല നീ ഗിൽറ്റിയാണ് അല്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കണം, നാട്ടുകാരൊക്കെ നിന്നെ കല്ലെറിയണം എന്നൊന്നും ഒരു സ്ഥലത്തും പറയണില്ല. പറയണത് നാട്ടുകാരും മീഡിയയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു മൈൻഡ് സെറ്റ് പ്രോബ്ലം ആണ്. നാട്ടുകാർ മീഡിയയാണ്. ഈ നാട്ടുകാരെന്ന് പറഞ്ഞ സംഭവം കൂടുതലായിട്ട് ഇത് അറിയുന്നത്
മീഡിയ ഇത് കൊട്ടി ആ ആഘോഷിക്കും. ഓക്കെ, നമുക്ക് പറയാം മീഡിയ ആണ്. മീഡിയ ആഘോഷിച്ച് കഴിഞ്ഞാൽ അവരറിയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ലോക്കലായിട്ട് അവർ അറിഞ്ഞെന്ന് വരും. അറിഞ്ഞെന്ന് വരും. പക്ഷേ ഈ അറിയണവർക്ക് ഇത് തിരിച്ചറിയാനുള്ള ബോധമില്ല. കാരണം എല്ലാവർക്കും പരദൂഷണം പറയുമ്പോഴാണ് ഒരു സുഖം. ഇല്ലേ? ഇല്ല. അതിപ്പോൾ നീ ഒന്ന് ആലോചിച്ച്, നമ്മളാണെങ്കിലും പരദൂഷണം പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ? അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റാണ് അവിടെ വർക്ക് ആവണത്. പക്ഷേ ആൾക്കാർക്ക് അപ്പോൾ ഒരു ബോധമില്ല. ഇവർ ഈ ചെയ്യണതുകൊണ്ട് ഒരാളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് എന്താണ്, വിക്ടിമിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഇയാളുടെ ഇമ്പാക്റ്റ് എന്താണ്, ഇതൊന്നും ഇവരെ ചിന്തിക്കുന്നില്ല. ഇവർക്ക് ജസ്റ്റ് അപ്പോൾ ഇവരുടെ ഞാൻ പറയുന്ന അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന എന്താ പറയുക, അതിലുള്ള പ്രശ്നം എന്താണ്? അതായത് ഇപ്പോൾ മീഡിയ ആണല്ലോ ഈ പറഞ്ഞ ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തു വിടുന്നത്. അപ്പോൾ ഈ കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തു വിട്ടാൽ ഇത്ര വർഷം തടവ്, ഇത്ര രൂപ പിഴ, അതുപോലെ അതായത് എന്താ പറയുക, ഈ തടവണം എന്നൊക്കെ പറഞ്ഞ് മുമ്പും കുറേ പേര് സുപ്രീം കോടതിയിലും സ്റ്റേറ്റ് കോർട്ടിലൊക്കെ കുറേ പോയിട്ടുണ്ട്. ഈ സംഭവം എന്തുകൊണ്ട്, അതാണ് നമ്മളെ വേറെ എടുത്തു വളർത്തിയാണ് അതായത് ഇത് കോടതി പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കോടതി ഏറ്റവും കൂടുതൽ റിജക്ട് ചെയ്ത റീസൺ ആക്ച്വലി വാലിഡാ. ആക്ച്വലി ആ റീസൺ പക്ക വാലിഡാ. അതായത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം അവർക്ക് ചെയ്യേണ്ടി വന്നു? എന്തുകൊണ്ട് ഈ പറയുന്ന പരാതിക്കാരിയുടെ പേര് പുറത്തുവിടണ്ട എന്നുള്ളൊരു സാധനം വന്നത് എന്താണെന്നറിയാം? അതായത് നീ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് നമ്മൾ പാട്രിയാർക്കിക്കൽ രീതിയിലാണ് ഈ സൊസൈറ്റി മുമ്പോട്ട് പോണത്. അപ്പോൾ ആ സാഹചര്യത്തിൽ, അതായത് ഇപ്പം ആണുങ്ങൾ നമ്മൾ എല്ലാവരും ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ മുൻ ജനറേഷൻസ് എല്ലാവരും ഉണ്ടാക്കി വെച്ച കുറേ ഐഡിയാസ് ഉണ്ട്. അത് വെർജിനിറ്റി, പ്യൂരിറ്റി, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പം ഈ സംഭവങ്ങളൊക്കെ കാരണം ഈ സ്ത്രീകൾക്ക് പൊതുവെ സോഷ്യൽ ലൈഫിൽ ഇത്തരം കാര്യങ്ങൾ അവരെ ഭയങ്കരമായിട്ട് അഫക്റ്റായി. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാളെ ഇങ്ങനൊരു കേസിൽ നീ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ കല്യാണം ആലോചിച്ച് ആരും വരില്ല. അങ്ങനെ ഒരുപാട് സൊസൈറ്റിയിൽ നേരിടേണ്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഇംബാലൻസുകളും സോഷ്യൽ ഇൻജസ്റ്റിസുകളും, അതായത് ഈ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറേ സംഭവങ്ങളുണ്ട്. ഈ ഇംബാലൻസിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതൊരു പെണ്ണിൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റും, ഇനിയിപ്പോൾ ഇങ്ങനൊരു കേസ് വന്നിരുന്നെങ്കിൽ മുമ്പത്തെ ജനറേഷനിൽ ഒരാണിൻ്റെ ലൈഫിൽ, നീ ഇപ്പോഴത്തെ ഒരു കേസ് വിടും, ആണുങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് മുമ്പ് കുറവായിരുന്നു. അന്ന് ഇത്ര മീഡിയ ഇല്ല, അന്ന് ഇത്ര ഇതാരും അറിയില്ല. അന്ന് ഇതൊക്കെ അഭിമാനമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് പ്രസക്തി വരുന്നത്. അല്ല പറയട്ടെ, അതായത് അപ്പോൾ ഈ ഇംബാലൻസ് ഉണ്ടല്ലോ, ഈ ഇംബാലൻസ് കാരണമാണ് ഇങ്ങനെ ഒരു നിയമം വന്നത്. അപ്പോൾ ഇത് ചോദിച്ച് തടവണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കോടതി തിരിച്ചു വെക്കണം, ഈ ഇംബാലൻസ് ഇല്ലേ? അപ്പോൾ ഈ ഇംബാലൻസ് നേരെ ആയിക്കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ അത് നേരെയാക്കേണ്ട ആവശ്യമുള്ളൂ എന്ന്. അപ്പോൾ അതാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ കേസുകളിലൊക്കെ വന്നേക്കണ ഒരു തിരിച്ചുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. പക്ഷേ ഓക്കെ, പാട്രിയാർക്കിയാണ്, അതിനകത്തൊരു തർക്കവുമില്ല. ആ ഒരു സംഭവം കൊണ്ടാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ. എന്താ പറയുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഓക്കെ അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞതെന്ന് തന്നെ നോക്കട്ടെ. അപ്പോഴും ഇപ്പോൾ അതിന് പ്രസക്തി ഉണ്ടല്ലോ. ഇപ്പോൾ പ്രസക്തി ആക്ച്വലി അവർ ഇവാലുവേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉള്ള പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ നീ പറഞ്ഞ പോലെ തന്നെ ഒരാണിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു റേപ്പ് അലിഗേഷൻ വരികയാണ്, അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കോടതി വിധിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജോലിക്ക് പ്രശ്നം വരും, ജോലി സ്ഥലത്ത് നിന്ന് പ്രഷർ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിനെ പുറത്താക്കും, നല്ലൊരു കല്യാണാലോചന വരില്ല. റിവേഴ്സ്. അതെ അതെ അതെ, അതായത് പണ്ട് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാവുമായിരുന്നു എന്ന് നീ പറഞ്ഞൊരു സംഭവം ഇപ്പൊ അതേ ഇമ്പാക്റ്റിൽ തന്നെ പുരുഷന്മാരുടെ ലൈഫിൽ അടിക്കുന്നുണ്ട്. ആക്ച്വലി മനസ്സിലാവുന്നുണ്ട് പ്രശ്നം എന്തൊക്കെയാന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ല പ്രശ്നം, എടാ ഞാൻ പറയുന്നത് ജാതീയതയുടെ കാര്യം എടുക്കുക. പണ്ട് ഈ പറഞ്ഞ അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഡിബേറ്റ് എപ്പിസോഡ് വെക്കാം. അല്ല ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഈ സംഭവം നടന്നുകൊണ്ട് എന്താ പറയാ, ഇപ്പോഴും ഇങ്ങനെ അനുഭവിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കും, ഈ സൊസൈറ്റി ഇങ്ങനെ ഇരുന്നില്ല എന്ന് വെച്ചോ, ഇന്ന മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സ് വേർ ഈ അല്ല മൾട്ടിവേഴ്സിലോട്ട് നമ്മൾ പോകണില്ല. അതായത് ഇന്ന യൂണിവേഴ്സ് വേർ ഇത് ബാലൻസ്ഡ് ആയിരുന്നു ആദ്യം മുതലേ, അതായത് ജെൻഡർ ന്യൂട്രൽ ആയിരുന്നു നമ്മുടെ എല്ലാ പരിപാടികളെന്ന് വെച്ചോ, അവിടെ എനിക്ക് തോന്നാനുള്ള ഒരു പോയിന്റിൽ പോലും നീ പറയണ പോലെ എനിക്ക് തോന്നുന്ന ലോസ് കുറച്ചുകൂടി ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ രണ്ടുപേരെയും പേര് റിവീൽ ചെയ്യുമല്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരെയും പേര് റിവീൽ ചെയ്യുമായിരിക്കും. അല്ല ഞാൻ പറയാം, ഇപ്പൊ ഏകദേശം ഇക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ.
ആയോ ആയോ അല്ല ആയോ എന്നുള്ളതല്ലല്ലോ, ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു 50 കൊല്ലം ബാക്കിലോട്ട് പോകുന്ന പോലത്തെ ഒരു പെണ്ണുങ്ങളെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പക്ഷെ സ്റ്റിൽ നമ്മുടെ എല്ലാരും വീടുകളിൽ നോക്കിയാൽ തന്നെ കാണാം. അല്ല, ഞാൻ പറയുന്നതാണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ ഇതിനും മാറ്റങ്ങൾ വരണം. പുരുഷനും ചോദിക്കാൻ ആരെങ്കിലും വേണ്ടി ഇപ്പം എന്നെ പിടിച്ച് എല്ലാവരും മെയിൽ ഷോവിനിസ്റ്റ് ആകും, അത് വേറെ കാര്യം. കുഴപ്പമില്ല, ആക്കിയാലും കുഴപ്പമില്ല. ഇപ്പൊ നീ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് ആവശ്യം വന്നാൽ മാറണം, അത് എന്താണെങ്കിലും മാറണം. ഇപ്പൊ ഡിസ്ക്രിമിനേഷൻ എവിടെ നടന്നാലും അത് ആവശ്യം വന്നു കഴിഞ്ഞാൽ മാറണം. അത് തന്നെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഗ്രൂപ്പായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പേരെടുത്ത് പറയാനുള്ള, എന്നാലും നമുക്ക് പറയണ്ട, നമ്മൾ എന്തായാലും പേഴ്സണലി ഹറാസ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞല്ലേ, എന്നാലും ആൾക്കാർക്ക് മനസ്സിലാവും നീ പറയുന്നവരാണ്. അതായത് ഞാൻ ഈ പറയണ നമുക്കറിയാവുന്ന സോ കോൾഡ് ഇതിന്റെ ഫ്രണ്ടിൽ കാണാൻ ഒരു ഫേസ് ഉണ്ടല്ലോ, നമുക്ക് പുള്ളിനെ ഗോഡ് എന്ന് വിളിക്കാം തൽക്കാലത്തേക്ക്. ഗോഡ്, ഈശ്വരൻ, ദൈവം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഗോഡ് എന്ന് വിളിക്കാം. ഈ സോ കോൾഡ് ഗോഡ് അടുത്ത് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ പുള്ളി ജയിലിൽ നിന്ന് വരുമ്പോഴത്തേക്കും ആദ്യം മാലയിട്ട ആൾക്കാർ ഈ സംവാദത്തിന് മാലയിട്ട ആൾക്കാരാണ്. അപ്പോൾ പുള്ളി ആ ഒരു ഗ്രൂപ്പിൻ്റെ ഐഡിയോളജീനെ എതിർക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് അലയണ്ടല്ലെങ്കിൽ പുള്ളിക്ക് പറയാം, ചേട്ടാ മാലയിടരുത്, എനിക്ക് നിങ്ങളുടെ അസോസിയേഷനായിട്ടൊരു ബന്ധമില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടിയല്ല എന്ന് പുള്ളിക്ക് പറയാം. പുള്ളി അതൊക്കെ വാങ്ങിച്ചിട്ട് നൈസായിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് മീഡിയക്കാരോടൊക്കെ സംസാരിച്ച്. അപ്പോൾ പുള്ളി ഒരിക്കലും ആ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ആളല്ല. ഇനി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു എത്രത്തോളം ഇവർ ടോക്സിക് ആണെന്ന് അറിയണമെങ്കിൽ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ പേജ് നോക്കിയാൽ മതി. 57K ഫോളോവേഴ്സ് ഉണ്ട് ഇവരുടെ പേജിന്. 57K മലയാളികൾ ഇവരുടെ പോസ്റ്റുകൾ കാണുന്നുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് ഫേസ്ബുക്കിൽ. അല്ല, നമുക്ക് നോക്കി അറിയാമല്ലോ, പബ്ലിക് ചാനലല്ലേ. അതായത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊന്നും ആരും കാണില്ല, ശ്രദ്ധിക്കണില്ല, ഇതൊന്നും ആരും മൈൻഡ് ആക്കാനുള്ള, ഈ 100% ലിറ്ററസി ഉള്ള മലയാളികൾ ഇതൊക്കെ സിംപ്ലി ഇഗ്നോർ ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ആ പേജിൽ തന്നെ പോസ്റ്റുകൾ വായിക്കണം, അവിടെ ആൾക്കാർ കൊണ്ടുവന്ന് ഇടുന്ന സാധനങ്ങൾ വായിക്കണം. എടാ, ഫെമിനിസ്റ്റുകളെല്ലാവരും ജനറലൈസ് ചെയ്ത് ഫെമിനിറ്റി എന്നേ വിളിക്കണുള്ളൂ. ഒരു പോസ്റ്റിൽ പോലും ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം ഫെമിനിറ്റി എന്നാണ് പറയണം. അപ്പം ഇതിനകത്തുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്നറിയോ, ശരിക്കുള്ള ഫെമിനിസം പറയുന്ന ഫെമിനിസ്റ്റുകളെ സത്യം പറഞ്ഞാൽ കാണാറില്ല. അപ്പോൾ ഇവർ പറയുന്ന ഐഡിയോളജി എന്ന് പറയുമ്പോൾ പക്ക എന്താ പറയാ, പുരുഷവിരോധമാണ് ഇവരുടെ മെയിൻ പരിപാടി. എക്സ്ട്രീമിസ്റ്റുകൾ എല്ലാത്തിലും ഉണ്ട്. സാധാ ആൾക്കാർ കാണുന്നതെന്ന് വെച്ചാൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അന്യഗ്രഹ ജീവിനെ പോലെയാണ് സാധാരണ. അതെന്താണെന്നറിയോ, അതിലോട്ട് ഞാൻ വരാം. ഈ സാധാരണക്കാരെങ്ങനെ കൺവിൻസ്ഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി ഈ ഗോഡിന്റെ ഒക്കെ കിഡലിന്റെ പ്ലേഗ് ഉണ്ട്. ഗോഡിന് പങ്കുള്ള പോലെ തന്നെ ഈ തിരിച്ച് ഓപ്പോസിറ്റ് ഉള്ള ഈ എക്സ്ട്രീമിസ്റ്റുകൾക്ക് നല്ല പങ്കുണ്ട് ഇതിന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇവരുടെ പേജ് പോയി നോക്കി അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് വന്നത്. ഞാൻ പറഞ്ഞത് അവർ ഫെമിനിറ്റി എന്നല്ലാണ്ട് പറയാറില്ല ഫെമിനിസ്റ്റുകളാണ്. അപ്പോൾ ഫെമിനിറ്റി എന്ന് പറഞ്ഞ് നടക്കണ ഒരു ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് പറയണ കാര്യങ്ങൾ അതേപോലെ സപ്പോർട്ട് ചെയ്തൊരു മീഡിയയിൽ ഈ പറഞ്ഞ സോ കോൾഡ് ഗോഡ് വരുമ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയണ വാക്ക് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഇയാൾ യൂസ് ചെയ്യാനുള്ള ടെക്നിക്കും ഉണ്ട്. ഇയാളുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, ഒരു 1.5 മണിക്കൂറിൻ്റെ പോഡ്കാസ്റ്റ്. അപ്പോൾ അതൊന്നിരുന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പോഡ്കാസ്റ്റുകളിലായാലും എല്ലാ പ്രോഗ്രാമിലായാലും ഇവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ട്. അതായത് ട്രൂത്ത് സാൻഡ്വിച്ചിങ് എന്ന് പറയും. ട്രൂത്ത് സാൻഡ്വിച്ചിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് സൈക്കോളജിക്കലി ഒരാളെ വീഴ്ത്താൻ പറ്റിയ പരിപാടിയാണ്. ഇപ്പം മാർക്കറ്റിംഗുകാരാണോ ആരാണ് ഈ പരിപാടി കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്, ട്രൂത്ത് സാൻഡ്വിച്ചിങ്. അത് എനിക്ക് തോന്നുന്നില്ല, ഏതെങ്കിലും സായിപ്പിൻ്റെ വലിയ പേറ്റൻ്റ് ആയിരിക്കും. അതായത് ഈ ട്രൂത്ത് സാൻഡ്വിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഇപ്പം എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ഐഡിയ പറയണം, അത് ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. റോങ് ആണെന്ന് വെച്ചോ, റോങ് ആണെന്ന് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ എനിക്കൊരു അജണ്ട നിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. ഞാൻ നേരെ വന്നിട്ട് പറഞ്ഞാൽ അഭിനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ നീ ചില പറയും ഒന്ന് പോയടാ എന്ന് പറയും ഇല്ലേ. അപ്പം നീ ആലോചിച്ചിട്ടൊക്കെ ഒന്ന് തീരുമാനിക്കാന്ന് ചിലപ്പോൾ നിനക്ക് തോന്നും ഞാൻ പറയണത് അത്ര ശരിയല്ലല്ലോ നിനക്ക് തോന്നും. അവിടെയാണ് ഈ ട്രൂത്ത് സാൻഡ്വിച്ചിങ് വന്നിട്ട് അതിൻ്റെ ഒരു ട്രിക്ക്. അതായത് അതായത് ഞാൻ വന്നിട്ട് നിൻ്റെ അടുത്ത് പറയും, അഭിനെ കുറച്ച് ഫാക്റ്റുകൾ പറയും,
ചിലപ്പോൾ ഭൂമി ഇരുണ്ടാണ് എന്ന് പറയും. അപ്പോൾ നീ ആ ഭൂമി ഇരുണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് സത്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അപ്പം നിനക്ക് പറയും ഇവൻ പറയണതിൽ എന്തോ കാര്യമുണ്ട്, അതായത് ഇവൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇൻ്റലക്ച്വലായിട്ട് കുറച്ച് സത്യങ്ങളൊക്കെ പറയും. അപ്പോൾ നിനക്ക് തോന്നും ഇവൻ പറയണതിലൊക്കെ ഭയങ്കര കാര്യങ്ങളുണ്ടല്ലോ പിന്നെ എന്നൊക്കെ തോന്നും. വിവരമുണ്ട്. അതെ, ഇവന് വിവരമുണ്ട്, ഇവൻ പറയണതിൽ കാര്യമുണ്ടെന്നൊക്കെ നിനക്ക് തോന്നും. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ അജണ്ട എടുത്തിടും, അല്ലെങ്കിൽ എനിക്ക് നുണ പറയാനുള്ള കാര്യം എടുത്തിടും. അപ്പോഴത്തേക്കും നീ ചിലപ്പോൾ സത്യമായിരിക്കുമല്ലേ എന്നൊരു മൈൻഡിലോട്ട് വരും. അപ്പൊ ഇങ്ങനെ പറയണൊക്കെ നോണയാണ്. നുണ എന്നല്ല, അജണ്ട ഉണ്ട് അതിൽ. അജണ്ട എടുത്തിടും. അജണ്ട ഉണ്ട് ഇതിൽ. അതായത് നുണ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പുള്ളി അങ്ങനെ നുണ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പുള്ളി ഒരു അജണ്ട ബേസ്ഡ് ആണെന്ന് സംസാരിക്കണത്. അതിലോട്ട് ഞാൻ വരാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് പുള്ളി വന്നിട്ട് ഈ ട്രൂത്ത് സാൻഡ്വിച്ച് ചെയ്ത് ആദ്യം ഒരു സത്യം പറയും. അപ്പം നമ്മൾ പിന്നെ മെയിനായിട്ട് പുള്ളി ഒരാളെ വലിച്ചിടും. അയ്യപ്പൻ. അയ്യപ്പനെ ഇടുമ്പോഴത്തേക്ക് അയ്യപ്പ ഭക്തന്മാരൊക്കെ അവിടെ ഫ്ലാറ്റ്. പിന്നെ പുള്ളിക്ക് വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഫ്ലാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ ട്രൂത്തിൽ അങ്ങോട്ട് വീഴും. അത് കഴിഞ്ഞ് പുള്ളി അജണ്ട എടുത്തിടും. ഈ അജണ്ടപരമായ കുറച്ച് കാര്യങ്ങൾ പറയും. പറയണതിൽ യോജിക്കാവുന്നതും ഉണ്ടാവാം, യോജിക്കാൻ പറ്റാത്തതും ഉണ്ടാവാം. എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആ ഒരു പോഡ്കാസ്റ്റിൽ തന്നെ ഈ ഒരു മിഡ് പോർഷനിൽ എത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയും, ആ പോഡ്കാസ്റ്റിൽ മാത്രമല്ല എനിക്ക് തോന്നണ് ഒരു നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് കരഞ്ഞൊക്കെ ഇരുന്ന് ഈ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പോക്സോ കേസിലകത്തായ കുറച്ച് ആൾക്കാരുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിൽ മെയിൻ പ്രശ്നം ആദ്യം കേട്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ പോട്ടേന്ന് വെച്ച് രണ്ടാമത് പുള്ളി ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആദ്യം ഒരു പയ്യൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിന് കൊടുക്കണ ഒരു ജസ്റ്റിഫിക്കേഷൻ, നമ്മളൊക്കെ പിള്ളേരല്ലേ, പിള്ളേരായിരുന്നിട്ടില്ലേ ടീനേജിലൊക്കെ, അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് വെച്ചാൽ അവന് 20 വർഷം ജയിലിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വാട്ടർ. രണ്ടാമത് ഇത് കഴിഞ്ഞ് പുള്ളിയൊരു കേസ് പറയും. 19 വയസ്സുള്ള ചെക്കൻ, 17 വയസ്സുള്ള പെങ്കൊച്ച്. എന്നിട്ട് പുള്ളി അതിനിരുന്ന് ന്യായീകരിക്കുകയാണ്. അതായത് ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോക്സോ എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സംഭവത്തിൽ ഇപ്പം അറിയാത്തവർക്കാണെങ്കിൽ സംഭവം ഇതാണ്. അതായത് പയ്യന് 19 വയസ്സ്, പെണ്ണിന് 17 വയസ്സ്, ഇവരെ കല്യാണം കഴിഞ്ഞാണ്, നിക്കാഹ് കഴിഞ്ഞാണ്. അപ്പോൾ വീട്ടുകാർക്ക് പ്രശ്നമില്ല, ആണിൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പെണ്ണിൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല, ചെക്കനും പെണ്ണും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ നിയമങ്ങളുണ്ട്. അതായത് ഇന്ത്യയിൽ കല്യാണം കഴിക്കേണ്ടതിനായിട്ടുള്ളൊരു പ്രായം ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആണിനും പെണ്ണിനും. പക്ഷേ ഇവരിതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് മതം വെച്ചിട്ടാ. അപ്പോൾ ശരിയാക്കേണ്ട നിയമം ശരിക്കും അതല്ലേ? ആക്ച്വലി ആ നിയമം എടുത്ത് അല്ലെങ്കിൽ ആ മതത്തിനെ വെച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള ഫാക്ടർ എടുത്ത് കളഞ്ഞിട്ട് ഓക്കെ 18 വയസ്സാവില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റൂല, ആ ഒരു അതങ്ങനെ തന്നെയാണ് വേണ്ടത് ഇല്ലേ? പക്ഷെ എന്നിട്ട് പുള്ളി വന്നിരുന്നിട്ട് ഇതിനങ്ങോട്ട് ന്യായീകരിക്കണേണ്. വീട്ടുകാർക്ക് കുഴപ്പമില്ല, ചെക്കനും പെണ്ണിനും കുഴപ്പമില്ല, പിന്നെ ആർക്കാ കുഴപ്പം? എടോ സിസ്റ്റം പറയണത് ഇത് നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഒരു നിയമമുണ്ട്. ഇത് തന്നെ പറയാം. ഇപ്പൊ അമേരിക്കയിൽ 16 ആണെന്ന് തോന്നണം എനിക്ക്. അമേരിക്കയിൽ 16 ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ച് നമുക്ക് 16 വയസ്സിൽ ഇവിടെ വന്നിട്ട് ഒരാണും പെണ്ണും തമ്മിൽ സെക്സ് ചെയ്യാൻ പറ്റില്ല. അതെ, ഇവിടുത്തെ നിയമപ്രകാരം 18 ഇനി പുള്ളി മുമ്പത്തെ കേസിലും, അതായത് ആദ്യം പറഞ്ഞ കേസിലും പുള്ളി പറഞ്ഞു ടീനേജേഴ്സ്, നമ്മളും ടീനേജേഴ്സ് ആയിരുന്നില്ലേ ആ സമയത്തൊക്കെ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. ആക്ച്വലി പാരൻസ് പിള്ളേരോട് പ്രോപ്പറായിട്ട് പറയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഞാനൊക്കെ ടീനേജർ ആയിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആക്ച്വലി ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും വന്നു എന്നുള്ളതൊക്കെ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് തോന്നും ഓക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ബി വെയർ എന്നൊരു ഐഡിയ എപ്പോഴും തലയിൽ കിടപ്പുണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കണില്ല. അല്ല, അതിനുള്ളൊരു അവയർനെസ് ക്ലാസ് കൊടുക്കണം. പിള്ളേർക്ക് അവെയർ ആയിരിക്കണം. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ വന്ന പ്രശ്നങ്ങളുണ്ട്, അതായത് നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്താൽ ഉള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ള അവിടെ ചെയ്യണ്ട, അല്ലാണ്ട് അവിടെ പോയിട്ട് നിയമം മാറ്റാൻ നോക്കുകയല്ലേ വേണ്ടത്. പിന്നെ ഈ നമ്മുടെ സോക്കോൾഡ് ഗോഡ് പറഞ്ഞതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ശരിക്കും 20 വർഷം ശിക്ഷ കിട്ടിയെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിക്കും പയ്യനാണോ ഇതിനകത്ത് തെറ്റുകാരൻ? ഇല്ല, അതായത് ഈ രണ്ടാമത്തെ കേസിൽ, അതെ രണ്ടാമത്തെ കേസിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ശരിക്കും ജയിലിൽ കൊണ്ട് 20 വർഷം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ പെണ്ണിന്റെയും ചെക്കൻ്റെയും വീട്ടുകാർ. പിന്നല്ലാണ്ട് അവരെയും പിടിച്ചിരണം. പിന്നല്ലാണ്ട് 17 വയസ്സുള്ള പെങ്കൊച്ചിനെ കൊണ്ടുപോയിട്ട് എന്താ പറയാ 19 വയസ്സുള്ള ചെക്കന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ന്യായീകരിക്കണം. ആ ചെക്കൻ്റെ 20 വർഷവും പോയി. അത് പറഞ്ഞോട്ട് ന്യായീകരിക്കാൻ പറ്റില്ല, നിയമപ്രകാരം തെറ്റാണ്. പക്ഷെ എന്താ പറഞ്ഞാലും
19 വയസ്സിന്റെ എക്സ്പീരിയൻസ് ആ പയ്യനുള്ളൂ ലൈഫിൽ. വീട്ടുകാരെയാണ് ആദ്യം പിടിച്ച് ചെയ്തിട്ടുള്ളത്. അതിന് ശരിക്കും പറഞ്ഞാൽ മതത്തിൻ്റെതായിട്ടൊരു മറയം പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ അത് ഒരിക്കലും ശരിയല്ല. മതം പറഞ്ഞിട്ടുണ്ട്, മതത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അത് ഒരു ന്യായമല്ല. അത് മാറ്റേണ്ടതാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ സോ കോൾഡ് ഗോഡിൻ്റെ ഇൻ്റർവ്യൂ അല്ല, ലാസ്റ്റ് നടന്ന പത്രസമ്മേളനം വോട്ടെവർ ആ ഒരു സംഭവത്തിൽ പിന്നെ വന്ന മെയിൻ സാധനം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾക്ക് ആൺമക്കളില്ലേ, നാളെ അവർക്ക് ഇത് വരൂലേ. അപ്പോൾ ഈ സാധാരണക്കാർ ഇത് കേൾക്കുമ്പോൾ പേടിക്കും. അപ്പോൾ ഈ ആൾക്കാരെ പേടിപ്പിച്ച് ഇവരുടെ കൂടെ കൂട്ടാമെന്നൊരു സംഭവം ഉണ്ടല്ലോ, മാക്സിമം ആൾക്കാരെ പേടിപ്പിച്ച് ഒരു തരത്തിൽ പറഞ്ഞ മതങ്ങളൊക്കെ ചെയ്യണ പോലത്തെ ഒരു പരിപാടി. അതായത് നമ്മളവരെ പേടിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തുക, അപ്പോൾ അവരുടെ സപ്പോർട്ടും കിട്ടും. വേറെ ഒന്നുമില്ല, പേടിച്ചിട്ടാണ്. ഈ പോഡ്കാസ്റ്റിനെ പറ്റി പറഞ്ഞില്ല ഞാൻ നേരത്തെ, പുള്ളിക്കാരൻ പോയിരുന്ന ഒരു 1.5 മണിക്കൂറിൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ട്. ഒരു പ്രമുഖ ചാനലിലൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആക്ച്വലി ആ പോഡ്കാസ്റ്റിൻ്റെ ആ മിഡ് പോർഷൻസിൽ ഈ പറഞ്ഞ പോലെ പുള്ളി ഒരു ബുക്ക് എടുത്ത് വെക്കും. എന്നിട്ട് പുള്ളി ഫസ്റ്റ് പേജ് തുറക്കും, എന്നിട്ട് സാൻഡ്വിച്ചിൻ്റെ ആദ്യത്തെ ബ്രെഡ് എടുത്തങ്ങ് വെക്കും. അതായത് ആദ്യമേ പുള്ളിയോട് പറയും, അതായത് ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് പറയും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ് അനുഭവിക്കുന്നത് പെണ്ണുങ്ങളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണെന്നൊരു പ്രസ്താവന അങ്ങോട്ട് പറയും. അതാ പറഞ്ഞത്, ഫാക്ച്വലായിട്ട് അങ്ങോട്ട് പറയും. അപ്പോൾ നമ്മൾ ഇതേക്കും കാര്യമുള്ള കാര്യം പറഞ്ഞെന്ന് പറയും. എന്നിട്ട് നമ്മൾ പേജ് മറിക്കും. സെക്കൻഡ് പേജ് ഉള്ളവരും ഇനി നിങ്ങൾ BBC ഒരു റിപ്പോർട്ട് ഉണ്ടോ എന്ന് പറയും. BBC. ഈ BBC റിപ്പോർട്ടിൽ പറഞ്ഞത് 53% കേസുകളും ഫേക്കാണ്, റേപ്പ് കേസുകളും ഫേക്കാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2014-13 എന്തോ ആ റിപ്പോർട്ട് വന്നു തോന്നുന്നു. 14 എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ BBC റിപ്പോർട്ട് ചെയ്താ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. പിന്നെ ഇവർ ബുക്കൊക്കെ അടിച്ചിറക്കിയുണ്ടല്ലോ, അപ്പോൾ കാര്യമായിരിക്കുമല്ലോ, നോക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയി നോക്കി. അപ്പോൾ BBC ആക്ച്വലി അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ട് പറയട്ടെ. അതായത് 53% ഓഫ് റേപ്പ് കേസസ് ഫോൾസ് എന്നതിനേക്കാളും കൂടുതൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പുള്ളി ഇത്രയും ആ പോഡ്കാസ്റ്റിൽ പറയും, ഈ 53% എന്ന് പറയും. അപ്പോൾ കാണുന്നവരെന്ത് വിചാരിക്കും, ഓക്കെ 53% ഫേക്കാണെന്ന് അല്ലേ. പക്ഷെ നമ്മൾ പോയിട്ട് റിപ്പോർട്ട് വായിക്കണം. ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവർ പറയുന്നുണ്ട് 53% ഇതാണ്. ഇത് എവിടെ നിന്നുള്ള ഡാറ്റയാണത്, അതായത് ഇത് ഓൾ ഇന്ത്യ ആണോ, സൗത്ത് ഇന്ത്യ ആണോ, കേരളമാണോ എന്നൊന്നും ഈ പുള്ളി പോഡ്കാസ്റ്റ് എഴുതുമ്പോൾ പറഞ്ഞില്ല. കാരണം അപ്പോൾ പിന്നെ കുറച്ച് ഫാക്റ്റുകൾ വരും. ഇത് എനിക്ക് തോന്നുന്നു 2013 ഡൽഹിയിൽ ഏതൊരു വുമൻസ് ഒരു കമ്മീഷൻ എന്നല്ല, ഒരു സംഘടന നടത്തിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നേക്കണ ഒരു ആർട്ടിക്കിളാണ്. ഈ വുമൺ സംഘടന ഡൽഹിയിൽ നടന്നിരുന്ന കേസുകളുടെ എണ്ണം വെച്ചിട്ട് അതിൽ 53% ഈ പറഞ്ഞ പോലെ തെളിയിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഫോൾസാണ് എന്നുള്ളൊരു കാറ്റഗറിയിൽ അവർ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ പുള്ളി ഇതിൻ്റെ ജോഗ്രഫി പറയാനുള്ളത്, ഇത് ഓൾ ഇന്ത്യ ആണോ. അതായത് ഇപ്പോൾ ഈ നമ്മൾ ആ നമ്പറിനെ ഓൾ ഇന്ത്യ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ 53 അല്ല, അതിലും താഴെയാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്ന 2020 റിപ്പോർട്ട് വെച്ചിട്ട് എന്താണ് നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡ്സ് അവരുടെ റിപ്പോർട്ട് വെച്ചിട്ട് 17% ഓഫ് കേസസ് ഇത് പറഞ്ഞ പോലെ ഒന്നിലേക്ക് കോടതിയിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഫോൾസാണ്, അല്ലെങ്കിൽ അവർ പ്രൊസീഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിലാണോ? ഓൾ ഇന്ത്യ. അപ്പോൾ അത്രയുമാണ് ആ പെർസെൻറ്റേജ്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിയാൽ സിഗ്നിഫിക്കൻ്റ്ലി ആ നമ്പർ വന്നു. കാരണം റീജിയണൽ ചേഞ്ച് വന്നപ്പോൾ തന്നെ ആ നമ്പർ ഡ്രാസ്റ്റിക്കലി അതിനൊരു വ്യത്യാസമുണ്ട്. ഇനി രണ്ടാമത്തെ കേസ്, അതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി. ഈ BBC റിപ്പോർട്ടിൽ ഈ BBC തന്നെ താഴെ എഴുതിയിട്ടുണ്ട്, ഈ ഡാറ്റയിൽ ഈ 53% കേസുകളിൽ എത്രത്തോളം കേസുകൾ ഫോൾസാണ്, അതുപോലെ തന്നെ ഇവർ പിൻവലിച്ചു പോയ കേസുകളുണ്ട്, ഈ കോടതിയിൽ എത്താത്ത അല്ലെങ്കിൽ തെളിവുകളില്ലാത്തത് കൊണ്ട് തള്ളിപ്പോയ കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകൾ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 53%. അല്ലാതെ ഫോൾസ് കേസസ് 53 എന്നല്ല. അപ്പോൾ ഈ മിക്സ്ചറിൽ സ്റ്റിൽ വാലിഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവാം. അത് കറക്റ്റായിട്ട് പറയാൻ പറ്റിയ ഡാറ്റ ഇവരുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘടന, സോക്കോൾഡ് സംഘടന പുറത്ത് വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് എത്രത്തോളം ഫാക്ച്വലി കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്യണം എന്ന് BBCയുടെ ആ റിപ്പോർട്ടിൻ്റെ അടിയിൽ തന്നെ BBC തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും പോഡ്കാസ്റ്റിൽ പറയുന്നില്ല. പോഡ്കാസ്റ്റിൽ പറയുന്നതാ 53% കേസുകളും ഫേക്കാണ്. ഏത് 53, എവിടത്തെ 53, ആര് പറഞ്ഞത്, അവർ വേറെ എന്തൊക്കെ പറഞ്ഞു, ഇതൊന്നും അവിടെ
ഇവർ പറയുന്നേ ഇല്ല. അപ്പം ഇതാ ഞാൻ പറഞ്ഞത്, അതായത് ഈ ആദ്യം ഒരു ഉള്ള ഫാക്റ്റ് പറയും, അതിൻ്റെ കൂടെ മേ ബി പകുതി ഫാക്റ്റോ കാൽഭാഗം ഫാക്റ്റോ ഒക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞ് ഈ പോഡ്കാസ്റ്റൊക്കെ അവസാനിക്കുമ്പോഴും പുള്ളി കുറച്ച് ഫാക്ച്വലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, കുറച്ച് വിവരം കിട്ടണ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ആദ്യത്തെ അവസാനത്തെ ഭാഗം ആക്ച്വലി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിവരം കിട്ടണ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇരുന്ന് കേൾക്കാം. അപ്പം ആ ഒരു മെത്തേഡ് ഈ സോ കോൾഡ് ആള് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്, ആൾക്കാരെ കൂടുതലും കൂടെ നിർത്തുക. അപ്പം ഞാനിതിവിടെ പറയാൻ കാരണം, നിങ്ങൾ അവർ പറയുന്ന ഫാക്റ്റുകളിൽ വിശ്വസിച്ച് അവർ പറയുന്ന എല്ലാം സത്യമൊന്നും വിചാരിക്കരുത്. ഇതിൻ്റെ പുറകിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇവിടെയും കുറച്ച് ഡോട്ട്സ് കണക്റ്റ് ആവാത്തതും നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടണതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മളെപ്പോഴും കൺസിഡർ ചെയ്തിരിക്കണം. അല്ലാതെ ചാനലിൽ വരുന്നു, ഒരാളുടെ ഇരുന്ന് പറയുന്നു, നമ്മളത് അങ്ങനെ തന്നെ വിഴുങ്ങുന്നു, അതായിരിക്കരുത് നമ്മുടെ ഒരു രീതി. ജനങ്ങൾക്ക് ഈ പറഞ്ഞോട്ട് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ഒരു പക്വത ഉണ്ടോ? ഉണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം. അതെങ്ങനെ അല്ല, ഉണ്ടെന്ന് നമുക്ക് കരുതാന്നല്ലേ പറയാൻ ഇവിടെ പറ്റുള്ളൂ. ഉള്ള അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ നമുക്ക് തിരിച്ച് മാറ്ററിലോട്ട് വരും. ഇപ്പൊ നമുക്ക് സോക്കോൾഡ് ദൈവത്തെ ഒന്ന് അവിടെ നിർത്തി താഴോട്ട് പുള്ളി വെക്കാം. താഴെ ഇരിക്കട്ടെ. അതെ, താഴെയിരിക്കട്ടെ. ഇനി നമുക്ക് എന്തായാലും വിഷയത്തിലോട്ട് വരും. അപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ മെൻസ് കമ്മീഷൻ്റെ ആവശ്യകതയാണ്. എനിക്ക് തോന്നുന്നത് 2025 ഒരു ബില്ല് പ്രസൻറ്റ് ചെയ്ത് ഈ മെൻസ് കമ്മീഷൻ വേണം എന്ന് പറഞ്ഞിട്ട്, അത് ഒരു ബുക്കും ഉണ്ട് ആക്ച്വലി, മെൻസ് കമ്മീഷൻ എന്തുകൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, അത് ഓൺലൈൻ വായിക്കാൻ കിട്ടും. അതായത് ഈ കമ്മീഷൻ മുമ്പോട്ട് വെക്കണ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബില്ല് പ്രസൻറ്റ് ചെയ്തപ്പോൾ. അത് ഞാൻ റീഡ് ത്രൂ ചെയ്തപ്പോൾ കിട്ടിയതാണ്, ഫാക്ട്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൽ കണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാമിലി റിലേറ്റഡ് കേസസ് തന്നെ ഒരു സെക്ഷനിൽ നമുക്ക്, അതായത് ആണുങ്ങളുടെ അല്ലെങ്കിൽ ഈ ഫാമിലീസിനെതിരെ എടുക്കുന്ന കേസ് നോൺ ബെയിലബിൾ, അത് ബെയിലബിൾ ആക്കണം എന്നുള്ളൊരു സജഷൻ അത് വെക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫോൾസ് കേസസുകൾ, അതായത് ഈ ഫാമിലി കേസസുകളിലെയും റേപ്പ് കേസസുകളിലെയും അസോൾട്ട് കേസുകളിലെയും ഫേക്ക് കേസുകൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം, കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കൊണ്ടുവരണം, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം, പിന്നെ ആൾക്കാരുടെ പേര് പുറത്തു വിടരുത്, അങ്ങനെ കുറച്ച്. ആക്ച്വലി അത് കുറേയൊക്കെ വാലിഡാണ്, ഇന്നത്തെ കാലത്ത് വാലിഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് അങ്ങനത്തെ കേസസുകളുടെ എണ്ണം കൂടി വരുമ്പോൾ വാലിഡ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ അവർ അതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു കമൻസും ഇല്ല. വേണ്ടെന്ന് അഭിപ്രായമുണ്ടോ? ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിൽ. അതിലെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം എന്ന് തോന്നിയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂയിസൈഡൽ റേറ്റ് ഇൻ മെൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലാണ്. അപ്പം അതിനെപ്പറ്റി പഠിക്കാനും അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനും ഒരു എന്തെങ്കിലും വേണം എന്നൊരു സംഭവം അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണെന്ന് എനിക്ക് തോന്നിയേക്കണം. കാരണം ഈ ആണുങ്ങളുടെ ഇടയിൽ ഉള്ള സൂയിസൈഡൽ റേറ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര കൂടുതലാണെന്നുള്ളത്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്ന 2022-2023 സർവേ എന്തോ വെച്ചിട്ട് 73% ആൾക്കാരും ആണുങ്ങളാണ് സൂയിസൈഡ് ചെയ്തേക്കണം. അതും എനിക്ക് തോന്നുന്നു 45 to 60 ഏജിൻ്റെ ഉള്ളിൽ. അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മെന്നിന് വേണ്ടി സംസാരിക്കാൻ ഒരു മൂവ്മെൻറ്റോ ഒരു കമ്മീഷനോ വേണ്ടേ ഇപ്പൊ ശരിക്കും? പറഞ്ഞ ഈ ബില്ലില്ലേ, ആക്ച്വലി ഇത് മാത്രമല്ല പറയണത്, അവിടെയാണ് എനിക്ക് ഇതിനോട് യോജിപ്പില്ലാത്തത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടട്ടെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റി ആ സൂയിസൈഡൽ സാധനത്തിന് വരട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയുള്ള കേസുകളിൽ ഈ പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി ലെസ്സായി. ഈ 73% അത്രയും വേറെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടൊരു പെർസെൻറ്റേജ് ഉള്ള സാധനം അതിലില്ല. ഇപ്പോൾ ഫോൾസ് റേപ്പ് കേസസ് ആണെങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് എനിക്ക് തോന്നുന്നത് ഈ നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡ്സ് പ്രകാരം 17% ഒക്കെയാണ്. പെർസെൻറ്റേജ് വൈസ് കുറവാണെങ്കിലും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഓർഡർ ഓഫ് പ്രയോറിറ്റിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടട്ടെ. അപ്പോൾ ഈ സൂയിസൈഡ് കേസുകൾ എന്തായാലും അഡ്രസ്സ് ചെയ്യപ്പെടണം. ലാസ്റ്റ് 3 പോയിൻ്റ് എന്തുകൊണ്ട്, അതായത് ജെൻഡർ ന്യൂട്രൽ പോളിസീസ് വേണം, നിയമം ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം, പിന്നെ വർക്ക് പ്ലേസുകളിൽ ഉള്ള നിയമങ്ങളും ഇതുപോലെ ന്യൂട്രൽ ആയിരിക്കണം എന്നുള്ള സംഭവം. അവിടെയാണ് എനിക്കിതിനോട് വിയോജിപ്പുള്ളത്. അതായത് ഇത് ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊരിക്കലും പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല. അത് നാളെ മുതൽ നിയമമൊക്കെ എടുത്ത് ജെൻഡർ ന്യൂട്രൽ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണുങ്ങൾ ഭരിക്കുക, നമ്മളാണുങ്ങൾ ഇത്രയും നാൾ കൊണ്ട് നടന്നിരുന്ന് ഭരിച്ചിരുന്ന ഒരു സ്ഥലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൾക്കാർക്ക് അവരെ പൊക്കിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വേണം. അതിനൊരു ബയാസ് ഉണ്ടാവും. ആ ബയാസ് എടുത്ത് കളഞ്ഞിട്ട് നേരെ നാളെ മുതൽ എല്ലാം ന്യൂട്രലായി പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആസ്ക് അല്ല അത്, ഇല്ലേ? അതാണ്. പക്ഷേ ഈ ന്യൂട്രൽ ആക്കണ്ട എന്ന് പറയുമ്പോഴും അവിടെ ഒരു വേറൊരു പ്രശ്നമുണ്ട്.
ഞാൻ പറയുന്നത് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പോക്സോൻ്റെ കേസിലോട്ട് തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ പോക്സോൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ നീ പറഞ്ഞ പോലെ അഡൾട്ട്സിൻ്റെ സീൻ പോലെയല്ല ഈ പോക്സോയിൽ വരുന്നത്. കാരണം എന്താ പറയുക, ആ ഒരു സംഭവത്തിൽ നേരെ എന്താ പറയുക, അത് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആൾ തെളിയിക്കണം. അക്യൂസ്ഡ് പോയി തെളിയിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫേക്ക് അലിഗേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ ഇത്തിരി പാടാ. ഇത്തിരി പാടുന്നല്ല, ഇമ്പോസിബിൾ ആണ് കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടി തന്നെ പറയണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന്. വന്നിട്ടുണ്ട്. അതിനകത്തോട്ടാണ് ഞാൻ വരുന്നത്. ഒരു സെക്യൂരിറ്റി ചെയറിൻ്റെ ഒരു സംഭവം നമുക്കറിയാവുന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി, എനിക്ക് തോന്നുന്നു മൈനറായിട്ടുള്ളൊരു പെൺകുട്ടി തൻ്റെ കാമുകം പറഞ്ഞതിൻ്റെ പേരിൽ ഈ സെക്യൂരിറ്റി ചെയറിനെതിരെ പരാതി കൊടുക്കുകയും പുള്ളിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താ പറയുക, പിന്നീട് കുറേ നാൾക്ക് ശേഷം പുള്ളി ജയിലിൽ കിടന്നതിന് ശേഷം ഈ പെൺകുട്ടി തന്നെ പറഞ്ഞു പുള്ളിയല്ല ചെയ്തത്, എന്താ പറയുക, കാമുകം പറഞ്ഞതിൻ്റെ പേരിൽ പറഞ്ഞെന്നുള്ള സംഭവം നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ്. പുള്ളി എന്താ ഡെഫമേഷൻ കേസ് കൊടുക്കാൻ പുള്ളി കൊടുത്തിരുന്ന? പുള്ളി കൊടുത്തില്ല. എനിക്ക് തോന്നിയത് മനസാക്ഷി എന്താ മനുഷ്യത്വമില്ലടാ. ആക്ച്വലി എനിക്ക് അതിനോട് യോജിപ്പില്ല. അതായത് ഇപ്പോൾ നിനക്കെതിരെ ഒരു ഫേക്ക് കേസ് വന്ന്, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ഒരു ഫേക്ക് കേസ് വന്ന്, പ്രത്യേകിച്ച് പോക്സോ പോലത്തെ ശിക്ഷിക്കപ്പെടുന്ന വലിയ ശിക്ഷയുള്ള കേസുകൾ വന്നിട്ട് അത് ഫോൾസ് ആണെന്ന് അറിയുമ്പോൾ നമ്മൾ ഡെഫമേഷൻ കേസിന് എന്തായാലും പോകണം. പോയില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഈ ഫേക്ക് കേസുകൾ കണ്ടുപിടിക്കപ്പെടുന്നു, ഡിഫമേഷൻ കേസ് വഴി അതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നോ അത്രത്തോളം ഈ ഫേക്ക് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരുള്ളൂ. ഇത് നമ്മൾ പോയില്ലെങ്കിൽ, പുള്ളി ഇപ്പോൾ മനസാക്ഷിയുടെ പുറത്ത് പോയില്ല എന്ന് നോക്കാം, എൻ്റെ മോളുടെ പ്രായമുള്ളതല്ലേ എന്ന് വെച്ച് പോയില്ല, അല്ലെങ്കിൽ കൊച്ചുമോളുടെ പ്രായമുള്ളതല്ലേ എന്ന് വെച്ചിട്ട് പോയില്ല എന്ന് വെച്ചോ, നാളെ ഇതേപോലെ പുള്ളിനെ പോലെ 100 പേര് അകത്ത് പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിഫോമേഷൻ കേസ് കൊണ്ട് അയാൾ ആൾക്കെതിരെ പരാതി കൊടുത്താൽ പോലും പുള്ളിക്ക് അത്രയും നാളുണ്ടായ ചീത്തപ്പേര് അല്ലെങ്കിൽ ഉണ്ടായ നാണക്കേട്, ഫാമിലി അനുഭവിച്ച ട്രോമ, പുള്ളി അനുഭവിച്ച ട്രോമ, ഇതിനൊന്നൊരു പരിഹാരമില്ല. പക്ഷേ അതായത് ആ പരിഹാരത്തിലോട്ട് എത്തണം ഞാൻ പറയുന്നത്. അതായത് ഇങ്ങനൊരു മൂവ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാം, ഒരു ഫേക്ക് അലിഗേഷൻ വരികയാണ്, ഒരാൾക്കെതിരെ ഒരു പരാതി വരികയാണ്, അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് കോടതി വിധിക്കുന്നതിന് മുമ്പ് ഇയാളുടെ ഐഡന്റിറ്റി എന്താ പറയുക സംരക്ഷിച്ച് വെക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ്. അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും കുറ്റക്കാരനല്ലല്ലോ. അപ്പോൾ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ബില്ലിൻ്റെ എല്ലാ പോയിന്റ്സിനോടും യോജിപ്പില്ല. ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നുള്ള സംഭവത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റിയിൽ അങ്ങനെ ന്യൂട്രാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് നമ്മളുണ്ടാക്കി വെച്ചേക്കണ ആ ഒരു വുമൺ സപ്പോർട്ടീവ് ലോ ഒക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പോകും. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പം സോക്കോൾഡ് ഒരു നമ്മൾ മെൻഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നടന്നായിരുന്നു. ഇപ്പം നീ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആൾക്കാർ കുറേ റീലിടാൻ തുടങ്ങി. കണ്ടൻറ്റിനാണോ ഇനി ഇതുള്ളതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഒരു ഇരുമ്പ് കമ്പിയുടെ അകത്ത് കയറി ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, അമ്മേ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു പോണ്. അതുപോലെ ഒരാൾ പെട്ടിയുടെ അകത്ത് കയറി വന്ന്, പിന്നെ ഒരാൾ പെണ്ണുങ്ങളൊന്നും വണ്ടി കയറ്റാണ്ട് തടഞ്ഞിട്ട് ഇത് പെണ്ണുങ്ങൾ കയറ്റൂല, വീഡിയോ എടുക്കണവർ കയറ്റൂല എന്നൊക്കെ പറയുന്നു. ഒരാൾ എഴുതി വെക്കുന്നു, അതായത് വീഡിയോ എടുക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലാന്ന്. അപ്പം ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ എത്രത്തോളം ഇതിനൊക്കെ ആൾക്കാർ എതിർക്കുന്ന ആൾക്കാരുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സ്റ്റിൽ കേരളത്തിൽ പബ്ലിക് പ്ലേസുകളിലും ഇതുപോലെ ബസ്സുകളിലും ഒക്കെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഫാക്ച്വലി ഉള്ളതാണ്. അല്ല, അതിന് വലിയ തർക്കമൊന്നുമില്ല. ഈ പ്രശ്നം ഫേസ് ചെയ്തവരെല്ലാം നാളെ പെട്ടിയും കൊണ്ട് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ പിന്നെ ഒരു ബസ്സിലും നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം പെട്ടി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, പിന്നെയാണ് ആൾക്കാർക്ക് കയറാൻ. അത്രയും സ്ത്രീകൾ, എനിക്ക് തോന്നുന്നു മെജോറിറ്റി, ഒരുപക്ഷെ എല്ലാ സ്ത്രീകളും അറ്റേ പോയിന്റ് ഒരു തവണയെങ്കിലും ഒരു അബ്യൂസ് അനുഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊരു തോണ്ടലായിരിക്കാം, ചിലപ്പോൾ ഒരു നോട്ടമായിരിക്കാം, അങ്ങനെ എന്തും ആയിരിക്കാം. അപ്പോൾ ഈ തരത്തിലുള്ള റീലുകളും കാര്യങ്ങളും വെച്ചിട്ട് കണ്ടൻറ്റ് പടച്ചു വിടുമ്പോൾ ഇവരറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ധൈര്യമാണ് അവരുടെ അടുത്ത് കളയണത്. നാളെ ഇങ്ങനെ എഴുതി വെച്ചൊരു ബസ്സിൽ ഒരു പെണ്ണ് എന്ത് ധൈര്യത്തിൽ പറയും ഒരാൾ കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുള്ളൊരു പേടി വരില്ല അവർക്ക്. എന്താണ് ഈ സംഭവം? അതായത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ അതിനെ മുതലെടുക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങിയായിരുന്നു. അതില്ല എന്ന് പറയുന്നില്ല, നല്ല രീതിയിൽ മുതലെടുക്കാൻ വേണ്ടി റീച്ചിന് വേണ്ടി ഇറങ്ങിയവരുണ്ട്. അല്ല, ഇവിടെ നമ്മൾ കണ്ടായിരുന്നല്ലോ കണ്ടൻ ചേട്ടന്റെ ഷോയിൽ കണ്ടായിരുന്നല്ലോ കുറേ പേര് വന്നിട്ട് അത് കണ്ടന്റ്
ആ നമ്മ കണ്ടായിരുന്നു കുറെ പേര്. എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞ നല്ല ദേഷ്യം വന്നായിരുന്നു അവരോട്. അതിൽ ആക്ച്വലി ഒരു കാര്യം ശ്രദ്ധിച്ച, അതായത് ഈ എക്സ്ട്രീമിസ്റ്റുകൾ സംസാരിക്കുമ്പോൾ ഇവർ ഫുള്ള് കേട്ട് നിൽക്കും, ഇങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് ആരെങ്കിലും ഓഡിയൻസിൽ നിന്ന് റെലവൻ്റ് ആയിട്ട് ഉള്ള അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ന്യൂട്രലായിട്ട് കുറച്ച് സംസാരിക്കും. സെൻസിബിൾ ആയിട്ട് എന്തെങ്കിലും പറയല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ടൊന്നും അതെ പോയിട്ടില്ല അതെ ഇതിലോട്ട് എന്നിട്ട് പോകും. പോകും. പക്ക മാർക്കറ്റിംഗ്, TRP വേണം, എന്താ പറയാ, പറയില്ല അന്യം. പോട്ടെ ചെയ്യട്ടെ. ചെയ്യട്ടെ എന്തേലും പറയട്ടെ. അപ്പം അപ്പം എനിക്കാകെ പറയാനുള്ളത്, ആൾക്കാരിത് കാണുമ്പോൾ ബി അവെയർ, തല കൊണ്ട് ചിന്തിക്കുക, ചിന്തിക്കുക. എന്നിട്ട് റിയാക്ട് ചെയ്യുക. ഓക്കെ, അതായത് ഇമോഷൻസിൽ ചാടിക്കയറി പോവാതെ യുക്തിപരമായിട്ട് ചിന്തിക്കുക. ഫാക്ച്വലി പെരുമാറുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യെസ്. പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ സോ ഇനിയും ഇതുപോലുള്ള നല്ല രസകരമായ ഇതുപോലെ അല്ലാത്തതും ആയ അതെ കണ്ടന്റുകളുമായിട്ട് കണ്ടന്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ആൻഡ് ബൈ.